Hello everyone, JMain 2025 January 23rd second shift 10th question ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. The question is from probability. Okay, എന്താണ്? A board has 16 squares as shown in the figure. Out of these 16 squares, 2 squares are chosen at random. The probability that they have no side in common. Okay, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ 16 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 2 സ്ക്വയേഴ്സിനെ എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടേക്കൺ സ്ക്വയേഴ്സ് ഹാസ് നോ അഡ്ജസൻറ്റ് സൈഡ്? അവർക്ക് അഡ്ജസൻറ്റ് സൈഡ് ഇല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇവിടെ ഇവൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവൻറ്റ് എ എന്ന് പറയുന്ന ഇവൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, എന്താ? യെസ്, ദ ടേക്കൺ സ്ക്വയേഴ്സ്. ഓക്കെ, സ്ക്വയേഴ്സ് ഹാവ് നോ സൈഡ് ഇൻ കോമൺ. ഓക്കെ, നോ സൈഡ് ഇൻ കോമൺ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അതാണ് നമുക്ക് കേസ്. റെഡി അല്ലേ? ശ്രദ്ധിക്കാം മക്കളെ. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ നോ സൈഡ് ഇൻ കോമൺ അല്ലേ, അത് നമുക്ക് എടുക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെന്ന് എ കോംപ്ലിമെൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യണം അല്ലേ? എന്താണ്? അപ്പോൾ എ എന്ന് പറയുമ്പോൾ നോ സൈഡ് ഇൻ കോമൺ ആണെങ്കിൽ എന്താണ്? യെസ്, ഇവിടെ എ കോംപ്ലിമെൻറ്റ് ടേക്കൺ സ്ക്വയേഴ്സ് ഹാവ് യെസ് എ സൈഡ് ഇൻ കോമൺ അല്ല, അഥവാ വൺ സൈഡ് ഇൻ കോമൺ. മനസ്സിലായല്ലേ? എന്തായാലും വൺ സൈഡല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വൺ സൈഡ് ഇൻ കോമൺ. ഓക്കെ, രണ്ട് സൈഡ് എന്തായാലും കോമൺ ആക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, കോമൺ. റെഡിയല്ലേ? അപ്പോൾ എന്തിനാണ് ഞാൻ അത് എടുത്തത്? നമുക്ക് അത് കണ്ടുപിടിക്കാനാണ് എളുപ്പം. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കി തരാം. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനലി കണ്ടുപിടിക്കുന്നത് പി ഓഫ് എ ആണ്. പി ഓഫ് എ എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്കറിയാം എന്താണ്, പിന്നെ എന്താ പറയുക, പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ഇവിടെ 16 സ്ക്വയേഴ്സ് ഉണ്ട് ടോട്ടൽ അല്ലേ. ആ 16 സ്ക്വയേഴ്സിൽ നിന്നും എത്ര രീതിയിൽ നമുക്ക് 2 സ്ക്വയേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ആ സിംപിളി നമുക്ക് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് പറയാം എന്താണ്? 16C2 അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ടേക്കിംഗ് ഈസ് വാട്ട്? 16C2 അല്ലേ. കാരണം നിങ്ങൾ നോക്കിയാട്ടെ, 1 2 3 4 അല്ലേ, 5 6 അല്ല സോറി 1 2, അപ്പോൾ ടോട്ടൽ 4x4 അഥവാ 16 സ്ക്വയേഴ്സ് ഉണ്ട്. അതിൽ നിന്നും 2 സ്ക്വയേഴ്സ് നമ്മൾ എടുക്കണം അല്ലേ. എത്ര ഡിഫറെൻറ്റ് വേയ്സ് നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റും? യെസ്, ഓക്കെ, 16C2 ഡിഫറെൻറ്റ് വേയ്സ് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും മക്കളെ? എടുക്കാൻ വേണ്ടി പറ്റും. അതുമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത എന്താണ്? ഫേവറബിൾ കേസ്. ഓക്കെ അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ്. ഓക്കെ, അപ്പോൾ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 സൈഡ്സ് ഇൻ കോമൺ അല്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആവാം പറഞ്ഞാട്ടെ. 1 അല്ലെ, ഇവർ 2 പേര് എടുക്കുമ്പോൾ ഒരു കോമൺ ഉണ്ട്. റെഡി അല്ലേ? 1 അല്ലേ, പിന്നെ ഇവരെണ്ണം എടുക്കാം 2 അല്ലേ, പിന്നെ ഇവരെടുക്കാം പിന്നെ എന്താണ് 3. റെഡി അല്ലേ? അങ്ങനെ. റെഡി അല്ലേ? ഇപ്പം ഞാൻ ആദ്യം ഹൊറിസോണ്ടലി ഞാൻ എന്താക്കാണ് ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഫേവറബിൾ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫേവറബിൾ കേസ് ഞാൻ എടുക്കാൻ വേണ്ടി ഞാനാണ് ഹൊറിസോണ്ടൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഹൊറിസോണ്ടലിൽ ഒരു റോ മാത്രം എടുത്തപ്പോൾ ഇങ്ങനെ ആവാം, ഇത് രണ്ടും ആവാം അല്ലേ. അല്ലെങ്കിലോ മക്കളെ യെസ് ഇവർ 2 പേരും ആവാം. റെഡി അല്ലേ? അല്ലെങ്കിലോ മക്കളെ യെസ് ആരൊക്കെ ആവാം? ഇവർ 2 പേരും ആവാം അല്ലേ, അല്ലെങ്കിൽ ഇവർ 2 പേരാവാം, അല്ലെങ്കിൽ ഇവർ 2 പേരാവാം അല്ലേ. അപ്പം 3 കേസാണ് പോസിബിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാത്രം 3 കേസ് അല്ലേ, ഇവിടെയും 3 കേസ്, ഇവിടെയും 3 കേസ്, ഇവിടെയും എന്താണ് 3 കേസ് അല്ലേ. അപ്പോൾ ടോട്ടൽ 3 × 4 അഥവാ 12 കേസ് എന്താവും ഹൊറിസോണ്ടൽ വരും. റെഡി അല്ലേ? ഹൊറിസോണ്ടലി 12 ഡിഫറെൻറ്റ് വേസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത് വെർട്ടിക്കലി നോക്കുകയാണെങ്കിലോ, വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും ശരിയല്ലേ. ഇതൊന്ന് 2 അല്ലേ. പിന്നെയോ പിന്നെ എന്താണ്? യെസ്, ഓക്കെ, നോക്കട്ടെ, ഇവർ 2 പേരും 1 അല്ലേ, പിന്നെയോടാ 2 ഓക്കെ, പിന്നെ 3 അല്ലേ. വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോളം മാത്രം എടുക്കുകയാണെങ്കിൽ 3 ശരിയല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെയും പോസിബിൾ ആയിരിക്കൂലേ. 1 അല്ലേ, 2 അല്ലേ, പിന്നെ എന്താണ് 3. ഓക്കെ, അപ്പം എത്രയായി? 3 3 6 3 9 12. അതും എന്ത് തന്നെയാണ്? 12 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ 12 + 12 അഥവാ എന്താണ്? 24. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഹൊറിസോണ്ടലി എടുത്തു അല്ലേ. ഹൊറിസോണ്ടലി ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് 3 എണ്ണം പറ്റും അല്ലേ, ഇവിടുന്ന് ഇതുപോലെ 3 എണ്ണം പറ്റും, ഇവിടുന്ന് 3 എണ്ണം പറ്റും, ഇവിടുന്ന് 3 എണ്ണം പറ്റും. സിമിലർലി വെർട്ടിക്കൽ എടുക്കുമ്പോൾ 3 3 3 3 അല്ലേ, അങ്ങനെ ടോട്ടൽ 12 ശരിയല്ലേ. അപ്പോൾ നമുക്ക് 12 + 12 എന്താണ്? 24. അപ്പോൾ ഇതാണ് നമ്മുടെ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ എന്താക്കാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം.
അപ്പോൾ 24 ഡിവൈഡഡ് ബൈ ഓക്കെ. അപ്പോൾ 24 ഡിവൈഡ് ബൈ 16C2 നമുക്കറിയാം എന്താണ് 16 × 15 ഡിവൈഡ് ബൈ എന്താണ് 1 × 2 ശരിയല്ലേ. അപ്പോൾ അഥവാ 24 × 2 അല്ലേ ഡിവൈഡ് ബൈ 16 × 15 ശരിയല്ലേ. നമുക്ക് എന്താക്കാം മക്കളെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 8 കൊണ്ട് കളയാം അല്ലെ. 2 തവണ പോകും അല്ലെ. ഇവിടെയാണെങ്കിൽ 3 തവണ പോകും ഓക്കെ. ഇവിടെ 2 അല്ലേ. അഥവാ 3 ഡിവൈഡ് ബൈ 15 എന്ന് വരും. ഇതാണ് P ഓഫ് A കോംപ്ലിമെൻറ്റ് ഓക്കെ. നമുക്ക് വേണ്ടത് P ഓഫ് A ആണ് ഓക്കെ. റെഡി അല്ലേ. യെസ് ഓക്കെ. P ഓഫ് A എന്ന് പറഞ്ഞാൽ 1 മൈനസ് എന്താണ് P ഓഫ് A കോംപ്ലിമെൻ്റ് ആണ്. അഥവാ 1 മൈനസ് 3 ഡിവൈഡ് ബൈ 15 ആണ്. അഥവാ 12 ഡിവൈഡ് ബൈ എന്താണ് 15 ആണ് ഓക്കെ. അപ്പോൾ 12 ഡിവൈഡ് ബൈ 15 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ. യെസ് നമുക്ക് 12 ബൈ 15 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ എന്താകും കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. 4 ടൈംസ് അല്ലെ. ഇവിടെയാണെങ്കിൽ 3 വെച്ച് 5. അപ്പോൾ 4/5 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ. ഓക്കെ ശ്രദ്ധിക്കുക 4/5 ആണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. യെസ് ഓപ്ഷൻ 1 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ക്ലിയർ ആയില്ലേ. അപ്പോൾ സിമ്പിളാണ്. ഇതൊരു സ്ഥിരം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ. സോ ബൈ.